മയിരി എന്നാ തളപ്പ്. അവനെവിടെ പോയി കിടക്കുവാണോ? ജീവനവിടെ ഉണ്ടായേ മതിയായിരുന്നു. ആർത്തടി മോളെ, ആർത്തല നിനക്ക് സുഖമല്ലേടാ? അതേലോ, എന്തിപ്പ അങ്ങയുടെ യുവതിയൊക്കെ? എടാ നീ എനിക്കൊരു സഹായം ചെയ്യണം. എടാ നമ്മുടെ ജോണില്ലേ, അവന്റെ അരിയാ പറഞ്ഞാലാണ് കണ്ടിട്ടോളൂ ചായാലോ. പുതിയും തൊള്ളി പിടിച്ച് അവനെ കാണാതായിട്ട് 2 ദിവസമായി. 2 ദിവസം. അവന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല വേണ്ടേ. പിന്നെ ആൾ കുറച്ച് പൊട്ടനാന്നുള്ളൂ. ചെറിയ മഞ്ഞല്ലേ ഉള്ളു കൊടുത്ത്. അവന് വഴിവെല്ലാം തെറ്റി അവിടെ ചൂറിനോട് കിടപ്പുണ്ടാവും. ചെറിയ മഞ്ഞോ? എന്നമ്മയിലാ നീ? നീയോ അച്ഛൻ കൂടെ പോയിട്ട് ആ യൂണിന്റെ ശവം കണ്ടുപിടിക്കുന്നെടുത്തുണ്ടോ? കനം കൂടി കല്ലൂലി പോവും. അതാ ഞാൻ പോണോ? മക്കളപ്പച്ചൻ പറയാനേക്ക് നമ്മളെ കൂടെ ദിവസം ചത്തുപോയി കഴിഞ്ഞാൽ അവന്റെ ശവോടെ കഞ്ഞിഎന്താ നമ്മളെ കിടന്നില്ല. നീ ടെൻഷൻ അടിക്കുന്ന കാര്യമൊന്നുമില്ല. നമ്മൾ പോന്നു തപ്പുന്നു തിരിച്ചു വരുന്നു. കിട്ടിയാ കിട്ടി, പോയാ പോയി. ആയിക്കോട്ടെ, ഏവർക്ക് നന്ദിയുണ്ടേ. പെലിയാടി മോള് വന്നിട്ട് കാണിച്ചു തരാം. ഈത്തുള്ള ചത്തോ സേവിയറെ സതീഷിനടുത്ത് റീത്തം വന്ന് റെഡിയാക്കണം. ജോണിച്ചേന്റെ ശബ്ദമല്ലേ അത്? ചായ ചാവരുത്, വീട്ടിൽ വിസ്കി മേടിച്ചു വെച്ചിട്ടുണ്ട്. അത് പിന്നെ സേവിയറെ, അത് ഞാൻ എടുത്തായിരുന്നു. പറയണ്ട മയ്യെ, പതുക്കെ പോളാ. എടുത്ത് കിടക്കിടുവോ, എനിക്ക് 56 ഇതാരാ അത്? ആരാ? പാവം, ഭയങ്കര കാറ്റായുണ്ടോന്നാ തോന്നണ. ശവാന് കണ്ട് തയ്യലി എന്നെ കണ്ടിട്ട് ചപ്പ ചവായിട്ട് തോന്നുന്നുണ്ടോ നിനക്ക്? എടാ ജോണേ, പിന്നെന്നടാ ഹിമ കരടി പിടിച്ചോ? കരടിയൊന്നല്ല, കുറുക്കന്മാരായിരുന്നു. കുറുക്കന്മാരോ? ഇവിടെയോ? ദൈവരെ നീ ഇവനൊന്ന് പിടിച്ചേ, 1 മിനിറ്റ്. അയ്യോ അമ്മേ, കാല് മയിലും പുട്ടും ബീഫും കേട്ടിട്ട് എന്തെല്ലാം അറിയാനുണ്ട്. ആർത്ര നീ ഇവനൊന്ന് പിടിച്ച് 1 മിനിറ്റ്. ഇനി വാ. മയില് നിന്നോടല്ലേടാ പറഞ്ഞ എനിക്ക് 56 ആവാറായിരുന്നു. നത്തലിന്റെ ഡിസ്ക് തെറ്റിരിക്കുക. വാർത്തറ എനിക്കൊന്നും കേൾക്കാൻ പറ്റുള്ള, ഭയങ്കര കുറുങ്കാറ്റ. നിങ്ങളുടെ 2 കുറുക്കന്മാര് വല്ലും മഞ്ചോ നോക്കളെ. എന്നാ പിന്നെ ഞാനിങ്ങനെ മഞ്ഞിന്റെ ഒക്കെ ഭംഗിയോ ചൊലിച്ചുവിടിങ്ങനെ തൂങ്ങി കടന്നോവാ. തീവ്യറന്നാ, ഇതാ ഞാൻ പറഞ്ഞ കുറുക്കന്മാര്. നായിന്റെ മോനെ ചെന്നായാടാ. നമ്മുടെ 3 പേരുടെ കാര്യം ഏകദേശം തീരുമാനമായിട്ടുണ്ട്. സേവിയറെ നീ ഇവനെ പിടിച്ച ഞാൻ പോരാ. ആർത്തറ നീ ഇപ്പോടിയ ചെന്നായി നിന്റെ പുറകെ വരത്തുള്ളൂ. നിനക്ക് അപ്പച്ച തന്നെ നാടും നോക്കി ടെസ്റ്റ് ചെയ്യാൻ പറ്റിയ സമയത്. ഇതിന് കാഞ്ചേക്കുണ്ടല്ലോ. ഒന്നും നോക്കണ്ട, കണ്ണും പൂട്ടിയും പൊട്ടിക്കുക. എന്റെ തെള്ളിയൂർക്കാവ് ഭഗവതി എന്നെ കാത്തോണേ. കർത്താവേ, ഞാൻ കുഴവാലോ. ഇവന്മാരും ഒക്കെ ചാടിപ്പോയോ? സേവിയറേ, നീ വന്ന് കുതിര കയറി, നമുക്ക് തെറിക്കാം. ജോണ, നീ അവിടെ ജീവനോടെ ഉണ്ടോ? സീരിയസ് ആയിട്ടൊന്നും ഇല്ലടാ, ചെന്നായി മാന്തിയതല്ലേ. ഇനി ഉറുമ്പൊടിക്കണ വേദന ഉണ്ടാവും. പറയടിക്കനായതിനാ പണ്ടൊരു അമ്മാന് ഇതുപോലെ തന്നെ പൂച്ച മാന്തിയിട്ട് 2 ദിവസത്തിനുള്ളിൽ പേയ് പിടിച്ചെത്തും. അതിനി പൂച്ച തന്നെയാണോന്ന് കർത്താവിനറിയാം. എന്നാ പിന്നെ ഒരു ബക്കറ്റിലതിനെ തലേപോലെ ഊരൊഴിക്കാൻ മേലായിരുന്നു. അപ്പൊ പെട്ടെന്ന് ഈ സഹിച്ചൊത്തനെ മയിലില്ല. ചെന്നായി മണടിച്ച് വീടിന്റെ മുറ്റത്തോരൊന്നിരിക്കും. നിനക്കറിയാമായിരുന്നു കുറുക്കന്മാർക്ക് അത്രയും മണടിക്കാൻ പാടുണ്ടോ? കുറുക്കൻ്റെ അണ്ടി. ജോണ, നീ ഇനി വാ നടന്നാ നിന്റെ ശവം വീട്ടിലെത്തും. പൂർണ്ണ അനക്കം വല്ലതും ഉണ്ടോ നോക്കി ചെയ്യുക. അത് വേണ്ട, എല്ലാവർക്കും ഒരു സർപ്രൈസ് ആയിക്കോട്ടെ. ഇല്ലാണ്ട് ഇറങ്ങി വാ. ഇത് ആരെന്റെ കുതിരയുടെ ബാക്കി നോക്കി. അന്നമ്മേ, അന്നമ്മേ. ജൂണിച്ചായ നിങ്ങൾ എവിടെയായിരുന്നു? ഇത് നാളെ കൂടാൻ പോയതാ. മോന്താന്റെ പോലീസിലായില്ലേ? അയ്യോ, എന്റെ ജോണിച്ചനിൽ എന്തോ പറ്റി. നിങ്ങൾ എന്നാ ഹോളി ആഘോഷിക്കണം. ഇവിടെ സേവിയറെ ടൈംസിലോ. ഇപ്പൊ ഞാൻ ചക്കയിടാൻ പോയതോളം വെച്ചി. അന്നമ്മ എടിയാ വിസ്കി അവരാടി. വിസ്കിയുടെ അണ്ടി. മക്കളാ, നിങ്ങൾ 2 പേരോടും നന്ദിന്റെ കർത്തവനെ. ഒന്നും കുഴപ്പമില്ല അപ്പച്ച. അപ്പച്ച എനിക്ക് അവളെ പിടിക്കല്ല. ഇപ്പൊ വേണ്ട. പറ്റി പറഞ്ഞുകൊണ്ട് ഞാൻ വിടണം. അല്ല, ഇനി എന്താ പ്ലാൻ? ഇത് കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ട് മച്ചാന്മാരെ ഞങ്ങളെന്നങ്ങോട്ട്
ആ നിങ്ങളേത് ഗവൺലെ ഇടയിലേക്ക് നിൽക്കുമ്പോ കണ്ടക ശനി അപ്പച്ച കാര്യങ്ങളൊക്കെ കയ്യിന്ന് പോവോ? മോനെ നീ ഇപ്പൊ ഇതൊന്നും ഓർത്തൊന്നും ശ്രദ്ധിക്കണ്ട. ഞാൻ എൻ്റെ അച്ഛനെ സംസാരിച്ചിട്ടുണ്ട്. നമുക്ക് കാര്യങ്ങൾക്ക് തീരുമാനമാക്കാം. അല്ല അപ്പച്ച ഞാൻ പറയുവാണെങ്കില് കേക്കണ്ടാലേ? ശരി എന്നാ മൈരി ചന്ദ്രയോ സൂപ്പ് ഉണ്ടായ മതിയായിരുന്നു.